ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒത്തിരി വൈറലായിട്ടുള്ള ഒരു ഡീ ടാൻ വൈപ്പ് ഓഫ് ക്രീമിനെ കുറിച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും ഇത് കുറേ ആഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സാൻഫേയുടെ ഇൻസ്റ്റാലൈറ്റ് ടാൻ റിമൂവൽ വൈപ്പ് ഓഫ് ക്രീമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10 മിനിറ്റിൽ നമ്മുടെ ടാന് റിമൂവ് ആക്കി നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ ആഡിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു 2 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ റിസൾട്ട് ഞാൻ പറയുന്നില്ല, ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് റിസൾട്ട് തരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഞാനിത് മേടിച്ചിട്ട് കുറച്ചായി, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നുമില്ല. ഇത് വന്ന സമയത്ത് നല്ല പാക്കേജിംഗ് ഒക്കെ ആയിരുന്നു. ഞാൻ ഐക്കയിൽ നിന്നാണ് മേടിച്ചത്. ആ സമയത്ത് ഇതിന് 550 ആ ഒരു റേഞ്ചായിരുന്നു. ഇപ്പോൾ ഇത് 500 രൂപയ്ക്ക് നൈക്കയിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലും കാലിലുമാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ മുഖത്തൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതിലെ ക്രീം എങ്ങനെയുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്രീം വരുന്നത്. ഞാൻ അതിൽ നിന്ന് 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് കുറവുള്ളത്. ഫുള്ളായിട്ടാട്ടോ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ക്രീം വരുന്നത് വല്ലാണ്ട് തിക്കായിട്ടല്ല, കുറച്ച് ലൂസായിട്ടാണ്. ഇതിനൊരു ഗോൾഡൻ കളറാട്ടോ വരുന്നത്. ഈ ക്രീം കാണുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലീച്ചിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്രീമായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പം ഞാനിവിടെ കൈയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും അത്യാവശ്യം ഒരേ രീതിക്ക് തന്നെ എത്തുന്ന രീതിക്കാട്ടോ ഒരു ലെയറായിട്ട് അപ്ലൈ ചെയ്യുന്നത്. വല്ലാണ്ട് തിക്കിലും അല്ല എന്ന് കരുതി വല്ലാണ്ട് തിന്നായിട്ടും അല്ല അപ്ലൈ ചെയ്യുന്നത്. നമ്മളിത് ഒരിക്കലും നനവുള്ള കയ്യിലോ കാലിലോ ഒന്നും തേക്കരുത്. നമ്മുടെ കൈയും കാലാണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിത് 10 മിനിറ്റ് ആട്ടോ വെക്കേണ്ടത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയൊരു ക്ലോത്ത് ഉപയോഗിച്ചത് വൈപ്പ് ചെയ്യാണ്. അപ്പോൾ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല ഗൈസ്. അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ക്യാമറയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് റിമൂവ് ചെയ്യുമ്പം ഒരു ചെറിയൊരു ബ്രൈറ്റനിങ് പോലെ തോന്നും. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. 2 കൈയും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വെയിൽ കൊണ്ട് കയ്യിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ട്. അതൊന്നും ഇതിൽ പോയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സാധാരണ ഹോം റെമഡി ആയിട്ട് ഉപയോഗിക്കുന്ന കടലപ്പൊടിയും തൈരൊക്കെ ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നാണ്. അല്ലാതെ ഇതിൽ നിന്ന് അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ റിസൾട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇതിൽ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകി കളഞ്ഞു. പക്ഷെ എൻ്റെ ടാനിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ടാൻ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെത് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഒരു സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർ ഇത് മേടിച്ച് വെറുതെ പണി കിട്ടാൻ വേണ്ടി നിൽക്കണ്ട. ഞാനിത് മേടിച്ചത് 550 രൂപയ്ക്കാണ് നൈക്കയിൽ നിന്ന്. ഇപ്പം ഇതിന് നൈക്കയിൽ 500 രൂപ ഉള്ളൂ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ബ്രാൻഡിനെ അങ്ങനെ കുറ്റം പറയല്ല. നമ്മളിപ്പോൾ ഇവർ പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് ടാന് റിമൂവ് ചെയ്യും, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കും. പക്ഷെ അതിനോടൊരു ഇത്തിരി പോലും ഒരു നീതി പുലർത്തിയിട്ടില്ല. നമ്മളെല്ലാവരും ടാന് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ടൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാടി കയറി പോയി മേടിക്കും. അങ്ങനെ പോയി മേടിച്ചതാണ് ഞാനും. പക്ഷെ തീരെ റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. അപ്പോൾ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ ഡീ ടാൻ റിമൂവിങ് ഒക്കെ ഒരുപാട് ക്രീമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഈ 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ പോകുമെന്ന് കേട്ടിട്ട് ചാടിക്കേറി പോയി മേടിക്കാൻ നിൽക്കരുത്. അതിൻ്റെ റിവ്യൂസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെപ്പോലെ പണി കിട്ടും. ഞാനത് അത്രയും ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ടും ഇതിന് ഒരു റിസൾട്ടും കിട്ടിയില്ല എന്നതാണ് വാസ്തവം. ഞാൻ ഇതിലൂടെ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.